എടി നീ ഒരു പെണ്ണല്ല, നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അഡ്ജസ്റ്റ്മെന്റ് എന്നതൊരു കലയാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഒരു തുള്ളി കണ്ണീരും ഒരു തുള്ളി പരിപ്പവും ചേർക്കാതെ നീ ഇടുന്ന ആ ചായയും കുടിച്ചാൽ തീർന്ന പ്രശ്നമേ നിനക്കുള്ളൂ. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുടുംബത്തിനകത്ത്? നിനക്കൊന്ന് സഹിച്ചൂടെ? വിട്ടുവീഴ്ച ചെയ്തൂടെ? സഹിക്കണം, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി, കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാം നീ സഹിക്കണം. പെണ്ണായാൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. എന്റെ ജോലി, എന്റെ സ്വപ്നങ്ങൾ, എന്റെ ശബ്ദം, എന്റെ നിറങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ, എന്റെ പ്രതിഷേധം, ഇവയൊക്കെ ചേർത്താൽ പിന്നെ ഇതിനെ ചായ എന്ന് പറയാനാകുമോ, അതോ വിഷമെന്നോ? മറ്റുള്ളവരുടെ സമാധാനത്തിനു വേണ്ടി ഞാൻ കുടിക്കുന്ന ഈ വിഷത്തിന് മഹത്വമെന്നല്ല, ആത്മഹത്യ എന്നാണ് മൗനം കൊണ്ട് പണിത ലോകം. സഹിക്കുന്നത് ഒരിക്കലും ഒരു ക്വാളിറ്റി അല്ല. നിശബ്ദത കൊണ്ട് കെട്ടിപ്പടുക്കുന്ന സമാധാനത്തിന് വിലയില്ല. ഇതുപോലെ വിട്ടുവീഴ്ച ചെയ്ത് ശ്വാസം മുട്ടി ജീവിക്കാനാണോ ഞാൻ ഇവളെയും പഠിപ്പിക്കേണ്ടത്? സഹനം മഹത്വമല്ല, അതൊരു ആത്മഹത്യയാണ്. ഞാൻ ശ്വാസം മുട്ടി ജീവിച്ചാൽ നാളെ എന്റെ മകളും ഇത് തന്നെ ശീലിക്കും. നിശബ്ദത കൊണ്ട് കെട്ടിപ്പടുക്കുന്ന സമാധാനത്തിന് യാതൊരു വിലയുമില്ല. സഹനമെന്നത് ഒരിക്കലും സ്ത്രീയുടെ ആഭരണമല്ല, അതൊരു അടിമത്തത്തിന്റെ അടയാളമാണ്. മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ സഹിച്ചു ജീവിക്കേണ്ടവരല്ല, അഭിമാനത്തോടെ ജീവിക്കണം. ഇഷ്ടമില്ലാത്തതിനോട് നോ പറയാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും നമ്മൾ മടിക്കേണ്ടതില്ല. കാരണം പെണ്ണിന്റെ ക്ഷമയല്ല അവളുടെ ശക്തി, അവളുടെ ആത്മാഭിമാനമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും വിലയുണ്ട്.